വീണ്ടും ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. ഷൈൻ എങ്ങനെയാണ് ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളതിൽ ഒരു അന്വേഷണം നമുക്ക് നടക്കുന്നുണ്ട്. പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. ഷൈൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ ശേഷം രക്ഷപ്പെട്ടത് ബൈക്കിലാണെന്നാണ് കണ്ടെത്തൽ. എറണാകുളം നോർത്തിൽ നിന്ന് ബൈക്കിൽ രക്ഷപ്പെട്ട ഷൈൻ ബോൾഗാട്ടിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറിയെടുത്തു. ഇവിടെ നിന്ന് പുലർച്ചെ 3:30 തൃശ്ശൂരിലേക്ക് പോയെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് തീരുമാനം. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, ഈ ഷൈൻ ബൈക്കിൽ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഷൈൻ സാധാരണഗതിയിൽ ബൈക്കിൽ വരുന്ന ആളായിരിക്കില്ല, കാറിലായിരിക്കും ഹോട്ടലിലേക്ക് വരിക. അപ്പോൾ ഒരു ബൈക്ക് കയ്യിൽ കൊണ്ട് നടക്കുന്ന ആളല്ല അതിൻ്റെ കീയും. അപ്പോൾ ആരെങ്കിലും കൃത്യമായിട്ട് ഷൈനെ സഹായിച്ചിട്ടുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അത് ഹോട്ടലിൽ നിന്നാകാം, അല്ലെങ്കിൽ മറ്റെവിടെ നിങ്ങളാകാം. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ്? ഈ ബോൾഗാട്ടിയിലെ ഹോട്ടലിൽ നിന്ന് സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം വാഹനത്തിൽ തൃശ്ശൂർ ഭാഗത്തേക്ക് പോയെന്നാണ്. ദിവിഷെ, ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഷൈൻ ടോം ചാക്കോയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ഹോട്ടലിന്റെ കോമ്പൗണ്ടിന് പുറത്തെത്തി ഷൈൻ എങ്ങോട്ട് പോയി എന്നതിലാണ് ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ അവിടെ നിന്നൊരു ബൈക്കിൽ കയറിയാണ് രക്ഷപ്പെട്ടിരിക്കുന്നതെന്നാണ് പോലീസിന് വിവരം കിട്ടിയിരിക്കുന്നത്. ആ ബൈക്ക് ആരുടേതാണ് എന്നത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതൊരു ലിഫ്റ്റ് ചോദിച്ചു പോയതാണോ എന്ന് പോലും പോലീസ് സംശയിക്കുകയാണ്. കാരണം ഒരു 11 മണി സമയത്താണ്, രാത്രി 11 മണിക്ക് ആ ഭാഗത്തൊക്കെ ഒരുപാട് പേർ ബൈക്കിൽ സഞ്ചരിക്കുന്നുണ്ട്. അവിടെ ഷൈൻ ടോം ചാക്കോയെ പോലെ ഒരാൾ ബൈക്കിന് കൈ കാണിച്ചാൽ സ്വാഭാവികമായും അത് ആൾക്കാർക്കെല്ലാം പരിചിതനായ ഒരു വ്യക്തിയാണ്. ബൈക്കിൽ നിർത്തിയിട്ടുണ്ടാകാം, അങ്ങനെ കയറ്റിക്കൊണ്ടുപോയതായിരിക്കാം. എന്തായാലും ബൈക്കിലാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ എറണാകുളം നോർത്തിലാണ് ഈ ഹോട്ടലുള്ളത്. ആ ഹോട്ടലിൽ നിന്ന് പിന്നീട് നേരെ എത്തിയിരിക്കുന്നത് ബോൾഗാട്ടിയിലേക്കാണ്. ബോൾഗാട്ടിയിലെ നക്ഷത്ര ഹോട്ടലിൽ ഷൈൻ ടോം ചാക്കോ മുറിയെടുത്തതായി പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അവിടെ നിന്ന് ഇന്ന് പുലർച്ചെ 3:30 ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെട്ടിരിക്കുന്നത്. ബോൾഗാട്ടിയിൽ നിന്ന് അതോ ഇടയിൽ എവിടെയെങ്കിലും മാറി അടുത്ത വാഹനത്തിൽ പോയിട്ടുണ്ടോ? അങ്ങനെയാണോ? അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ എടുത്ത് കാണുമല്ലോ. എല്ലാ ഇടത്തെയും CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടില്ല. നോർത്ത് ഭാഗത്ത് നിന്ന് ഈ ഹോട്ടലിൽ നിന്ന്, താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് ആ ബൈക്കിലാണ് രക്ഷപ്പെട്ടതെന്നാണ് പോലീസിന് മനസ്സിലാകുന്നത്. ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് എത്തിയത് ഏത് മാർഗത്തിലാണ് എന്നത് പോലീസ് പരിശോധിക്കുന്നു. അവിടെ റൂം എടുത്തിട്ടുണ്ട്. റൂം എടുത്ത ശേഷം അവിടെ നിന്ന് പുലർച്ചെ 3:30 തൃശ്ശൂർ ഭാഗത്തേക്ക് പോയിരിക്കുന്നു. ഷൈൻ ടോമിന്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂരിലെ വീട്ടിലെത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും ഷൈൻ ടോമിന്റെ മാതാപിതാക്കളുടെ പ്രതികരണം, മകനോട് സംസാരിച്ചതുപോലുള്ള പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. കാരണം ഈ ആരെയോ കണ്ട് ഭയപ്പെട്ടു പോയി ഓടിയതാണ് ഷൈൻ ടോം എന്നതാണ് മാതാപിതാക്കളുടെ പ്രതികരണമായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ അവർ ഷൈനെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നത് ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. ഇതിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഷൈൻ ടോം ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. പോലീസിന് മുന്നിലേക്ക് വന്നിട്ടില്ല, പിടികൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ പോലീസിന് മുന്നിൽ വന്ന് ഇത്രയും അധികം വാർത്തകൾ വന്നൊരു സ്ഥിതിക്ക് ഞാനിവിടെയുണ്ട്, നിങ്ങൾ എന്തിനെന്നെ അന്വേഷിക്കുന്നു എന്ന് വേണമെങ്കിൽ ഷൈൻ ടോമിനോട് ചാക്കോയ്ക്ക് പറയാവുന്നതാണ്. പക്ഷേ ഇതുവരെ അദ്ദേഹം ആ രീതിയിൽ വന്നിട്ടില്ല. സംശയിക്കുന്നത് ലഹരി ഉപയോഗം തന്നെയാണ് പോലീസ് സംശയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ മുറിയിലെത്തി കൊട്ടി വിളിച്ചപ്പോൾ ഷൈൻ തുറക്കാതെ പിൻവശത്തുകൂടി ചാടി ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത സമയപരിധിക്കകം ശാസ്ത്രീയ പരിശോധന നടത്തിയാൽ ലഹരി ഉപയോഗം തിരിച്ചറിയാൻ കഴിയും. ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോ പ്രത്യക്ഷത്തിൽ വരാതെ ഒളിവിലിരിക്കുന്നതിന്റെ കാരണവും അതാണ് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അക്കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഷൈൻ ടോം ചാക്കോ ഈ നിയമം അനുസരിക്കുന്ന ഒരാളാണെങ്കിൽ എന്തിന് ഈ ഒളിച്ചിരിക്കണം എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. പോലീസിനെ കണ്ടപ്പോൾ നിയമം അനുസരിക്കുന്ന, നിയമത്തെ വിശ്വസിക്കുന്ന ഒരു പൗരന് ഓടി രക്ഷപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഷൈൻ ടോം ചാക്കോന്റെ ഈ ഹോട്ടലിൽ നിന്നുള്ള ഇറങ്ങിയോട്ടം സംശയങ്ങൾ ഉണ്ടാക്കുന്നത്. പോലീസ് ലഹരി കച്ചവടക്കാരനെ ട്രേസ് ചെയ്ത് വന്നപ്പോഴാണ് ഇവർ ഈ ഹോട്ടലിലേക്ക് എത്തുന്നത്. രജിസ്റ്റർ പരിശോധിക്കുമ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ റൂം മനസ്സിലാകുന്നു. അങ്ങനെ പരിശോധന നടത്തുന്നതാണ്. അപ്പോൾ ആ റൂമിൽ ഉണ്ടായിരുന്നയാൾ, അത് ഈ സജീറാണോ? അയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുക അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അതോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം വിടുകയാണോ? ഇനി സജീറിൻ്റെ വന്ന വാഹനം പുറത്തിരുന്നത് അതിൽ രക്ഷപ്പെടുന്നതാണോ? എന്താണ് അതിലൊരു വ്യക്തത പോലീസ് നൽകുന്നുണ്ടോ ശരിക്കും? ദിവിഷെ, ഈ ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം മുറിയിലുണ്ടായിരുന്നത് മലപ്പുറം സ്വദേശിയായ ഒരാളാണ്. അയാളെ പോലീസിന് അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അയാൾക്ക് ഈ ഷൈൻ ടോം എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ച് ഒരു വിവരമില്ല. മുറി പൂർണ്ണമായും പോലീസ് പരിശോധിച്ചു. അവിടെ നിന്ന്
ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഒന്നും തന്നെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടില്ല. പക്ഷെ പോലീസിന്റെ സംശയം, പോലീസ് വന്നപ്പോൾ എന്തിന് ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് ഇറങ്ങി ഓടി? പ്രത്യേകിച്ച് ഈ ഷൈൻ ടോമിന്റെ പൂർവ്വകാല ചരിത്രമൊക്കെ നോക്കുമ്പോൾ പല സംശയങ്ങളും പോലീസിനും പൊതുസമൂഹത്തിനും ഒക്കെ തന്നെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് ഷൈൻ ടോം ചാക്കോ എന്തിന് പോലീസിനെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടു. അവിടെ നിന്ന് രക്ഷപ്പെട്ട ശേഷം എന്തായാലും ഷൈൻ ടോമിന്റെ കുടുംബം പറഞ്ഞ കണക്കാണെങ്കിൽ ആരോ പിടിക്കാൻ വന്നപ്പോൾ ഭയപ്പെട്ട് ഓടി എന്നതാണ്. അങ്ങനെയാണ് എങ്കിൽ ഈ ബോൾഗാട്ടി വരെ എത്തുന്ന വഴിക്ക് ഒരു 3 പോലീസ് സ്റ്റേഷനെങ്കിലും ഉണ്ട്. ആ 3 പോലീസ് സ്റ്റേഷനിലും ഷൈൻ ടോം ചാക്കോ കയറി ഒരു പരാതി പറഞ്ഞില്ല. തന്നെ ആരെങ്കിലും പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ വലിയൊരാൾ മുമ്പിൽ നിൽക്കുന്നു, അങ്ങനെ പേടിച്ചോടിയെന്നാണ്. അങ്ങനെ പേടിച്ചോടേണ്ട ഒരു സാഹചര്യവും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയ്ക്കില്ല. നേരെ പോലീസിൽ പരാതിപ്പെടാവുന്നതേ ഉള്ളൂ. എന്നെ അതിക്രമിച്ച് കയറി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയാം. അതൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ബിനിൽ അവസാനം സൂചിപ്പിച്ച പോലെ ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ ഒളിവിൽ പോയിട്ടില്ല, നിങ്ങൾ എന്തിനാണ് എന്നെ തിരക്കുന്നത് എന്ന് ഷൈന് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടാണെങ്കിലും പ്രതികരണം നടത്താവുന്നതേ ഉള്ളൂ. അതൊന്നും ഉണ്ടാക്കാത്ത സ്ഥിതിക്ക് എന്തെങ്കിലും മറയ്ക്കാനുണ്ടാകും എന്ന സംശയങ്ങൾ ബലപ്പെടുകയാണ്.